നമസ്കാരം. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി കേന്ദ്ര സർക്കാർ തകർത്തുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 152 ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നിട്ടും ഒരാളെ പോലും ശിക്ഷിക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. CJP പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കറുത്ത ബാഡ്ജ് ധരിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നായി അറിയപ്പെട്ടിരുന്ന ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരീക്ഷ നടത്തിപ്പിൽ സുതാര്യതയും നീതിയും ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ആയുധങ്ങൾ ചൂണ്ടുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത നടപടിയെ രാഹുൽ ഗാന്ധി ശക്തമായി ചോദ്യം ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത്? സുരക്ഷാ സേന എന്തിനാണ് അവർക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടുന്നതും അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും അപമാനിക്കുന്നതും? ധർമ്മേന്ദ്ര പ്രധാനെ പദവിയിൽ നിന്നും പുറത്താക്കണം. ആ സ്ഥാനം വഹിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ സമാധാനപരമായി പ്രതിഷേധിക്കുകയാണെന്നും നീതിയുക്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യം തങ്ങൾക്ക് നൽകേണ്ട അവകാശം മാത്രമാണ് അവർ ചോദിക്കുന്നത്. ശരിയായതും നീതിയുക്തവുമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അവർ അർഹിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അത് അവർക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർച്ചയായി ഉണ്ടാകുന്ന പരീക്ഷാ ചോദ്യങ്ങൾ, ചോർച്ചകൾ വിദ്യാർത്ഥികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിടുന്നത്. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ അവസാന നിമിഷമാണ് പരീക്ഷ റദ്ദാക്കിയ വിവരം വിദ്യാർത്ഥികൾ അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിമിത്തം പല കുട്ടികളും ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നും ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല എന്നും വലിയൊരു ദേശീയ പ്രതിസന്ധിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷമായി ശരാശരി പ്രതിമാസം ഒരു ചോദ്യപേപ്പർ ചോർച്ച വീതം നടക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശിക്ഷാവിധിയും ഉണ്ടായിട്ടില്ല. ഇടത്തരം സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ഏകദേശം 7.5 കോടിയോളം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് ഈ അട്ടിമറികൾ നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഴുവൻ മക്കളുടെ പഠനത്തിനായി മാറ്റിവെക്കുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് ഇല്ലാതെയാക്കുന്നത്. മത്സര പരീക്ഷകൾക്കായി കുടുംബങ്ങൾ ചെലവഴിക്കുന്ന തുക രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ബജറ്റിന് തുല്യമാണെന്ന ഞെട്ടിക്കുന്ന കണക്കും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ പ്രതിവർഷം ഏകദേശം 1.32 ലക്ഷം കോടി രൂപ ചെലവഴിക്കുമ്പോൾ സർക്കാരിന്റെ ആകെ വിദ്യാഭ്യാസ ബജറ്റ് 1.4 ലക്ഷം കോടി രൂപയാണ്. ഈ പണം കൈക്കലാക്കിയ ശേഷം പരീക്ഷകൾ ചോർത്തുന്നത് സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നും നടത്തുന്നത് ശുദ്ധമായ കവർച്ചയാണെന്നും ഇതാണ് രാജ്യത്തെ യുവാക്കളെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ നിർബന്ധിതരാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഇങ്ങനെയാണ്: നമ്മുടെ സിസ്റ്റം തകരാറിലാണെന്ന് മാത്രമല്ല, ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതുമാണ്. ഈ കണക്ക് രാജ്യത്തെ എല്ലാ യുവാക്കൾക്കും അറിയാം, എന്നാൽ ഇന്ത്യ സർക്കാരിന് മാത്രം അറിയില്ല. നീറ്റ് പരീക്ഷ എഴുതുന്ന കുടുംബങ്ങൾ വർഷം തോറും ചെലവഴിക്കുന്നത് 1.32 ലക്ഷം കോടി രൂപയാണ്. സർക്കാരിന്റെ ആകെ വിദ്യാഭ്യാസ ബജറ്റ് 1.4 ലക്ഷം കോടി രൂപയുമാണ്. നികുതി പിരിച്ച ശേഷം നമ്മുടെ കുട്ടികളുടെ ഭാവിക്കായി സർക്കാർ മാറ്റിവെക്കുന്ന തുകയ്ക്ക് തുല്യമാണ് ഈ കുടുംബങ്ങൾ ചെലവഴിക്കുന്നത്. ഇത് ഈ കുടുംബങ്ങളിൽ നിന്നുള്ള ശുദ്ധമായ കവർച്ചയല്ലാതെ മറ്റൊന്നുമല്ല. കവർച്ച ചെയ്ത ശേഷം പരീക്ഷ ചോർന്നുവെന്നും കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നും പറയുന്നു. നമ്മുടെ യുവാക്കൾ തെരുവിലിറങ്ങാനുള്ള ന്യായമായ രണ്ടാമത്തെ കാരണം ഇതാണ് എന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.